ഹലോ എവരി വൺ. ഇതായിരുന്നു എൻ്റെ സാംസങ് S23യുടെ അവസ്ഥ. വാറണ്ടി കഴിഞ്ഞെങ്കിലും ഫ്രീ ആയി ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം സാംസങ് ഫോണുകൾക്ക് ഗ്രീൻ ലൈൻ ഓർ പിങ്ക് ലൈൻ ഇഷ്യൂ ധാരാളമായി കാണുന്നുണ്ട്. എനിക്കെങ്ങനെ ഫ്രീ ആയി ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കിട്ടിയെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഫ്രീ ആയി ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കിട്ടും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ മിസ്റ്റേക്ക് കാരണമല്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണമാണ് ലൈൻ ഇഷ്യൂ വന്നതെന്ന് സാംസങ്ങിന് ഉറപ്പ് വരണം. അതിനായി ഫോണിന് ഫിസിക്കൽ ഡാമേജ് അല്ലെങ്കിൽ വാട്ടർ ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഫ്രീ ആയി ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല, സ്വന്തമായി ക്യാഷ് മുടക്കി റീപ്ലേസ് ചെയ്യേണ്ടതായി വരും. ആദ്യമായി നിങ്ങളുടെ ഫോണും ബിൽ അഥവാ നിങ്ങളുടെ ഇൻവോയ്സ് കോപ്പിയുമായി നിയറസ്റ്റ് സാംസങ് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയി സംസാരിക്കുക. ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ ഡയറക്റ്റ് അവർ റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറയും. സോ അവിടെ നിന്നും ഒരു സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വാങ്ങുക. അതായത് ഫോൺ ഇൻസ്പെക്ട് ചെയ്ത് ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഫോൺ ഡീറ്റെയിൽസ് എടുക്കുന്നതിനും വേണ്ടിയാണിത്. സർവീസ് റിക്വസ്റ്റിലെ ലെഫ്റ്റ് സൈഡ് മുകളിലുള്ള ബിൽ നമ്പർ ആണ് സർവീസ് റിക്വസ്റ്റ് നമ്പർ. ഇത് നമുക്ക് എൻ്റയർ പ്രോസസ്സിൽ ആവശ്യമാണ്. ഇതിനുശേഷം നമ്മുടെ ഇഷ്യൂ ഹെഡ് ഓഫീസിൽ വരെ എത്തിക്കണം. ഹെഡ് ഓഫീസിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുക. അതിനായി സാംസങ് കസ്റ്റമർ സപ്പോർട്ടിലേക്ക് ഒരു മെയിൽ അയക്കാവുന്നതാണ്. ഇതാണ് മെയിൽ ID. മെയിൽ അയക്കുമ്പോൾ ജോബ് ഷീറ്റ് നമ്പർ ഉൾപ്പെടുത്തി ഫുൾ ഡീറ്റെയിൽ ആയി അയക്കുക. ഇങ്ങനെ അയക്കുന്നതിലൂടെ റിപ്ലൈ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അടുത്ത സ്റ്റെപ്പ് സാംസങ് കസ്റ്റമർ സപ്പോർട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുക എന്നതാണ്. ഇവിടെ 3 ലെവലാണുള്ളത്. ഫസ്റ്റ് കസ്റ്റമർ സർവീസ് ലെവൽ, സെക്കൻഡ് സൂപ്പർവൈസർ ലെവൽ, തേർഡ് ഹെഡ് ഓഫീസ് ലെവൽ. കസ്റ്റമർ കെയറിൽ വിളിച്ച് കാര്യം പറഞ്ഞതിന് ശേഷം ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷമാണ് ലൈൻ ഇഷ്യൂ വന്നത്, അതിനാൽ ഡിസ്പ്ലേ ഫ്രീ ആയി റീപ്ലേസ് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടുക. ആദ്യം സാംസങ്ങിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ പോകാൻ ആവശ്യപ്പെടും. സോ ഓൾറെഡി സർവീസ് സെന്ററിൽ പോയി സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ സർവീസ് റിക്വസ്റ്റ് നമ്പർ ചോദിച്ച് ചെക്ക് ചെയ്ത് ഔട്ട് ഓഫ് വാറണ്ടി ആയ ഫോൺ ആണെങ്കിൽ ഫ്രീ ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് കിട്ടില്ല എന്നായിരിക്കും മറുപടി. ഇവിടെ നിങ്ങൾക്ക് പറയാം, സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണമാണ് ലൈൻ ഇഷ്യൂ വന്നതെന്നും ഇത് സ്വന്തം മിസ്റ്റേക്ക് അല്ല, അതുകൊണ്ട് വാറണ്ടി ഒരു കാരണമല്ല, ഫ്രീ ആയി ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് തരികയല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല എന്നും പറയുക. എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇത് തന്നെ പറയുക. എന്നിട്ടും സമ്മതിക്കാതെ വരുമ്പോൾ ആസ് എ കൺസ്യൂമർ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഫ്രീ ആയി റീപ്ലേസ് ചെയ്ത് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതിനാൽ അപ്രൂവൽ തന്നില്ല എങ്കിൽ ലീഗലി കോമ്പൻസേഷൻ തരാനുള്ള ഉത്തരവാദിത്തം സാംസങ് കമ്പനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്താൽ അവർക്ക് കൂടുതൽ ചെയ്യാനാകില്ല പറഞ്ഞ് സൂപ്പർവൈസർ ലെവലിലേക്ക് കോൾ കണക്ട് ചെയ്യും. സൂപ്പർവൈസർ ലെവലിലും സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അവസാനം അവർക്കും കൂടുതൽ ചെയ്യാൻ സാധിക്കില്ല പറഞ്ഞ് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു കോൾ ബാക്ക് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരും. ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ ഇൻവോയ്സ് അവർക്ക് മെയിൽ ചെയ്യാൻ ആവശ്യപ്പെടും. അവർ തരുന്ന മെയിൽ IDയിലേക്ക് ഇൻവോയ്സ് അയച്ചു കൊടുത്താൽ ഫ്രീ ആയി ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കിട്ടാനുള്ള അപ്രൂവൽ ലഭിക്കും. ചിലപ്പോൾ 1-2 ദിവസം എടുത്തേക്കാം. അവർ പറഞ്ഞ ടൈം പീരീഡ് കഴിഞ്ഞിട്ടും കൺഫർമേഷൻ മെയിൽ ലഭിച്ചില്ല എങ്കിൽ ഇൻവോയ്സ് അയച്ചു കൊടുത്ത മെയിൽ IDയിലേക്ക് ഫോളോ അപ്പ് മെയിൽ അയച്ച് റിമൈൻഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു അപ്രൂവൽ മെയിൽ ആയിരിക്കും ലഭിക്കുക. അതിനുശേഷം ഫോൺ സാംസങ് ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായി വരും. ചില സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. കാരണം നമുക്ക് ലഭിക്കുന്ന പോലെ സർവീസ് സെന്ററിലും അപ്രൂവൽ ആൻഡ് കൺഫർമേഷൻ മെയിൽ ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ സർവീസ് ചാർജായി 649 രൂപ നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രീ ആയി ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും സാംസങ് യൂസറായ നിങ്ങളുടെ ഫ്രണ്ടിനെ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.